ഹിജാബ് വിഷയത്തിൽ സുഡാപ്പികൾക്ക് മറുപടി നൽകി ടി.പി. സെൻകുമാറിന്റെ വളരെ വ്യക്തമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. എന്താണ് യൂണിഫോം എന്നും അതിൽ സിന്ദൂരവും കുരിശുമാലയും നിസ്കാരത്തഴമ്പും ഉൾപ്പെടില്ല എന്നും എന്തുകൊണ്ട് ഹിജാബ് മാറ്റി നിർത്തണമെന്നതും വിശദമാക്കുന്നതാണ് ഈ പോസ്റ്റ് വായിക്കാം. പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവനകൾ കണ്ടു. വാസ്തവത്തിൽ മതപ്രീണനം എത്രയാകാം എന്നുള്ളതിന്റെ പരിധികളുടെയെല്ലാം ലംഘനമാണ് മന്ത്രിയുടെ ഈ പ്രസ്താവന. തികച്ചും അനുചിതമാണ് എന്ന് പറയാതെ വയ്യ. കാരണം ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇനി ആ നിർദ്ദേശത്തിനു മുകളിൽ വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി പോകും എന്നാണോ പറയുന്നത്? എല്ലാ കാര്യത്തിലും ഈ മന്ത്രി ആദ്യം പറയുന്ന കാര്യം മുല്ലാക്കയെയോ ബിഷപ്പിനെയോ കണ്ടാൽ കീഴ്മേൽ മറിക്കും. വിദ്യാഭ്യാസത്തിന്റെ അഭാവം കുറച്ചധികം കാണുന്നുണ്ട്. അതുകൊണ്ടാവാം ഹൈക്കോടതി പറഞ്ഞതൊന്നും മനസ്സിലാവാഞ്ഞത്. ഈ വിഷയത്തിൽ വളരെ വ്യക്തമാണ്. കർണാടകയിൽ ഉണ്ടായ ഹിജാബ് വിഷയത്തിലെ വിധി നിലനിൽക്കുകയാണ്. അതിനെതിരെ സുപ്രീം കോടതിയിൽ അവർ പോയി. അവിടെ 2 ജഡ്ജിമാരും 2 വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു. അതിനാൽ ആ കേസിൽ ഇതുവരെ വിധി വന്നിട്ടില്ല. അതുകൊണ്ട് കർണാടക ഹൈക്കോടതി വിധി നിലനിൽക്കുകയാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഹിജാബ് അഥവാ നിക്കാബ് ഇതൊന്നും മതപരമായ നിർബന്ധമല്ല എന്ന്. അതായത് സ്കൂളുകളിൽ യൂണിഫോം നിർബന്ധമാക്കാം എന്നുള്ളത് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയും ഇതിനു മുൻപ് വന്നിട്ടുള്ളതാണ്. തിരുവനന്തപുരം തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ 2 വിദ്യാർത്ഥികൾ നൽകിയ സമാന ഹർജിയെ സംബന്ധിച്ചാണ്. മതവിശ്വാസമനുസരിച്ച് അവരവരുടെ ഇഷ്ടമനുസരിച്ചുള്ള വേഷം ധരിക്കാനാണ് എങ്കിൽ ചില ജെയിൻ കമ്മ്യൂണിറ്റികൾക്ക് അഥവാ ദിഗംബരർ ആകാശമാണ് അവരുടെ വേഷം. അവർ നഗ്നരായ സ്കൂളിൽ വന്നാൽ ഈ ശിവൻകുട്ടി മന്ത്രി സമ്മതിക്കുമോ? അതും അവരുടെ മത അവകാശമാണ്. മതം പറയുന്നു അവർ നഗ്നരായി വരണമെന്ന്. അവരും ന്യൂനപക്ഷങ്ങളാണ്. അവർക്ക് വേണ്ടി അത് അനുവദിക്കാൻ പറ്റുമോ? സെൻകുമാർ ചോദിക്കുന്നു. ഇപ്പോൾ അതൊന്നും അനുവദിക്കുന്ന ഒരു സാഹചര്യം ഇല്ല. കാരണം ഇതിനെല്ലാം കാരണങ്ങൾ വ്യക്തമായുള്ള നിയന്ത്രണങ്ങളുണ്ട്. അല്ലാതെ മതത്തിന്റെ അവകാശങ്ങൾ അനിയന്ത്രിതമായുള്ള കാര്യങ്ങളെ അല്ല, നിയന്ത്രിതമായുള്ള അവകാശങ്ങളാണ് അതെല്ലാം. ഭരണഘടനയുടെ അനുച്ഛേദം 25 മുതൽ വായിച്ചു നോക്കൂ. അത് വായിച്ചു നോക്കിയാൽ മന്ത്രിക്ക് മനസ്സിലാകും എല്ലാം അനിയന്ത്രിതമായ സ്വാതന്ത്ര്യങ്ങൾ അല്ല എന്ന് മനസ്സിലാകും. അതുപോലെ ആ സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാരാണ്? SDPI. അതിന് SDPI കുറ്റപ്പെടുത്താൻ തന്റെ ഇടവും ധൈര്യവുമില്ലാത്ത അവിടുത്തെ MP ഹൈബി ഈഡൻ പറയുന്നത് RSSകാരും BJPക്കാരും വന്ന് പ്രശ്നമുണ്ടാക്കി എന്ന്. ഞാൻ ഇന്നലെയും പറഞ്ഞതേ ഉള്ളൂ. RSSകാരും BJPക്കാരും അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഛത്തീസ്ഗഡിലാണെങ്കിലേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ അവിടെ ഇങ്ങനെ പറയുന്നത്. എങ്ങനെയാണ് ഇയാൾക്ക് SDPIക്കാരെ RSSകാരും BJPക്കാരുമായി കാണാൻ കഴിഞ്ഞത്? നട്ടല്ലില്ലാത്ത ഒരു MP ആണ് ഇത്. അതുകൊണ്ടാണ് ഈ MP ഇതൊക്കെ പറയുന്നത്. SDPI കണ്ടാൽ കമഴ്ന്നു വീഴുന്ന ഒരു MP ആണ് ഹൈബി ഈഡൻ. മുനമ്പത്ത് അത് കണ്ടതാണ്. ഇവിടെ പറയുന്നത് RSS BJP ഭീഷണിക്ക് മുൻപിൽ മുട്ടുമടക്കില്ല എന്ന്. അവിടെ വന്നത് SDPI ആണ്. അവരെ പറയാൻ മുട്ടിടിക്കുന്ന MP അവരെ പറയാതെ വല്ലവരെയും പറയുന്നു. സുഡാപ്പികളുടെ അടുത്ത ചോദ്യം, കന്യാസ്ത്രീകൾ എന്തുകൊണ്ട് ഇത് ധരിച്ചിരിക്കുന്നു എന്നാണ്. അത് അവരുടെ യൂണിഫോമാണ്. പക്ഷേ അവർ ആ സ്കൂളിലെ വിദ്യാർത്ഥിയല്ല. അവർ വിദ്യാർത്ഥികളായിരുന്നു എങ്കിൽ ആ സ്കൂളിലെ നിയമം അനുസരിച്ചുള്ള യൂണിഫോം മാത്രമേ അവർ ധരിക്കാൻ പാടുള്ളൂ, ധരിക്കുമായിരുന്നുള്ളൂ. ഏതായാലും അവർ ആ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. പ്രിൻസിപ്പലോ അധ്യാപികയോ ആകാം. യൂണിഫോം എന്നത് വസ്ത്രത്തെ സംബന്ധിക്കുന്നതാണ്. അതിൽ കുരിശുമാലയോ കുങ്കുമപ്പൊട്ടോ ഒന്നും ബാധകമല്ല. നെറ്റിയിലെ നിസ്കാരത്താൻപ് മാറ്റിക്കൊണ്ടുവരാൻ പറയാൻ പറ്റുമോ? അത് മാറ്റാൻ പറയാൻ ആർക്കും പറ്റില്ല. കാരണം അത് യൂണിഫോമിന്റെ ഭാഗമല്ല. അതുപോലെ പോലീസ് പട്ടാളത്തിലെല്ലാം ഡ്രസ് കോഡ് ഉണ്ട്. പട്ടാളത്തിന്റെ കാര്യം പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ച് പത്രസമ്മേളനം നടത്തിയത് ആരാണ് എന്നറിയാമല്ലോ? കേണൽ സോഫിയ ഖുറൈഷി. അവർ പത്രസമ്മേളനത്തിൽ വന്നത് ഹിജാബ് ധരിച്ചോ നിക്കാബ് ധരിച്ചോ അല്ല, കരസേനയുടെ യൂണിഫോമിലാണ്. ലോകം മുഴുവൻ അത് കണ്ടു, ആവേശം കൊണ്ടു. അതുകൊണ്ട് ഇവിടെ പലരും ചെയ്തു കൂട്ടിയ വിവാദങ്ങളെല്ലാം തെറ്റാണ്. ഒരു സ്ഥലത്ത് കയറി കേരളം ഒരു ശരീഅത്ത് രാജ്യമാക്കാനുള്ള നടപടികളാണ് നടക്കുന്നത്. പല സ്ഥലത്തും നമ്മൾ ദിവസേന ഇത്തരം വാർത്തകൾ കാണുന്നുണ്ട്. ഇവർ പതുക്കെ പിടിമുറുക്കുകയാണ്. ഇവരുടെ മുന്നിൽ കമിഴ്ന്നു കിടന്ന് കാല് നക്കുകയാണ് LDFും UDFും. ഇസ്ലാം ജന്മമെടുത്ത സൗദി അറേബ്യയിൽ പോലും ഇല്ലാത്ത മത നിയമങ്ങളാണ് കേരളത്തിലും ഭാരതത്തിലും നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളും സൗദിയും എല്ലാം പുരോഗമനപരമായ നിലയിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ ചിലർ 6ാം നൂറ്റാണ്ടിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. കേരളത്തെ ഒരു ശരീഅത്ത് രാജ്യമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അതിന് തീവ്രവാദികൾ ഓരോരോ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. അതിൽ വിജയിച്ചാൽ അടുത്തതിലേക്ക് പോകും. ശിവൻകുട്ടി മന്ത്രി പറയുന്നത് തെറ്റാണ്. ഇവിടെ ഒരു കോടതിയുണ്ട്. കോടതി വിധി അനുസരിച്ച് അവിടെ ഈ കുട്ടിയുടെ മാതാപിതാക്കളും സ്കൂൾ മാനേജ്മെന്റും തമ്മിൽ ഒരു ധാരണയായിട്ടുണ്ട്. ആ കുട്ടി സ്കൂൾ യൂണിഫോം ധരിക്കുമെന്നും നിയമങ്ങൾ പാലിക്കുമെന്നും അത് തള്ളിക്കളഞ്ഞ് നടപടിയെടുക്കാനുള്ള അധികാരം ശിവൻകുട്ടി എന്ന വിദ്യ ആഭാസ മന്ത്രിക്കില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മന്ത്രിയോടും കേരള സർക്കാരിനോടും എനിക്ക് പറയാനുള്ളത് കുമാരനാശാൻ 1 നൂറ്റാണ്ടിന് മുൻപ് പറഞ്ഞതാണ്. ഇന്നലെ ചെയ്തോരബദ്ധം മുടർക്കിന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാവാം, അതിൽ മൂളായിക സമ്മതം രാജൻ എന്ന വരികൾ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്
കർമ്മ ന്യൂസ്.